الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. واحد في أسمائه، واحد في صفاته، واحد في ذاته، ليس كمثله شيء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. اتقوا الله ഇബാദല്ലാഹ്. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് സ്വർഗം നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അതങ്ങനെ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നുമില്ല. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം നേടിയെടുക്കുവാൻ കാരണമാകുന്ന ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ് എന്ന് പഠിക്കുന്നതോടൊപ്പം ആ സ്വർഗം എന്താണ് എന്നും വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശ്വാസികളെ, നമുക്കൊക്കെ സുപരിചിതമായ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. അല്ലാഹു പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഅ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കും. അല്ലാഹു പറയുകയാണ്, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, കൂട്ടരെ, നിങ്ങളുടെ കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നിങ്ങൾക്ക് തരും. ഫമൻ സുഹ്സിഅ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്.
കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ, സുഖാനുഭൂതികളുടെ കേദാരമായ സ്വർഗത്തിൽ പ്രവേശിച്ചുവോ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചിട്ടുള്ളവൻ. അതാണ് യഥാർത്ഥമായ വിജയം. അല്ലേ? നമ്മളെ കൂട്ടത്തിൽ ആരാണ് പ്രിയപ്പെട്ടവരെ പരാജയം ആഗ്രഹിക്കുന്നത്? തോൽവി സമ്മതിക്കുന്നവർ ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? പരാജയം ഏറ്റുവാങ്ങാൻ തയ്യാറുള്ള ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ആരുമില്ല പ്രിയപ്പെട്ടവരെ. എല്ലാവരും വിജയമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ വിശ്വാസിയുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട വിജയം എന്താണെന്നറിയോ? നാളെ സ്വർഗം നേടിയെടുക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ആ സുഖാനുഭൂതികളുടെ കേദാരത്തിൽ എനിക്ക് പ്രവേശിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ജുമഅക്ക് നേരത്തെ വന്നത്. അതിനുവേണ്ടിയാണ് മാതാപിതാക്കളെ കൂട്ടിപ്പിടിച്ച് സ്നേഹിച്ച് പരിപാലിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദീനിന്റെ മേഖലകളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ നമ്മളെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു പറയാണ്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ആയത്തിങ്ങനെ പാരായണം ചെയ്തപ്പോ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സുഖമുണ്ട്, അല്ലേ? സൂറത്തു സജ്ദയിൽ നമ്മൾ ഇന്ന് സുബ്ഹി നമസ്കാരത്തില് നമ്മൾ പാരായണം ചെയ്തതാണ്. എന്താ പറഞ്ഞെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, അവർ പ്രവർത്തിച്ചിരുന്നതിനുള്ള ഫലമായി കൊണ്ട്, അവര് നന്മ ചെയ്തതിനുള്ള ഫലമായി കൊണ്ട് കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയുന്നതല്ല. അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ സ്വർഗം നേടിയെടുക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, റബ്ബേ, ഇത്രയൊക്കെ പ്രതിപാദിച്ച ഈ സ്വർഗം എനിക്കെങ്ങനെ ലഭിക്കും? ഞാൻ എങ്ങനെ അതിനുവേണ്ടി തയ്യാറെടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയാണ്, അഅദത്തു ലിഇബാദിയസ് സ്വാലിഹീൻ മാ ലാ ഐനുൻ റഅത്. അല്ലേ? എന്റെ സജ്ജനങ്ങളായ നല്ല അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. വലാ ഉദുൻ സമിഅത്, ഒരു ചെവിയും ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും ഇന്ന് വരെ ചിന്തിച്ച് എത്തിപ്പെടാൻ കഴിയാത്ത കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. പലപ്പോഴും സ്വർഗത്തിലെ കാര്യങ്ങൾ പറയുമ്പോ നമ്മൾ താരതമ്യപ്പെടുത്തുന്ന ദുനിയാവിലെ വിഷയങ്ങളോടാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ അതാണ് കണ്ടിട്ടുള്ളത്. അവിടെ സോഫയുണ്ട്, പഴങ്ങളുണ്ട്, പരവതാനികളുണ്ട് എന്നൊക്കെ വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ വചനങ്ങളിലൂടെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളോടാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരാളും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരാളുടെ കൽബും ഇതുവരെ ചിന്തിച്ച് എത്തിയിട്ടില്ലാത്ത അത്രയേറെ സുഖാനുഭൂതിയുടെ കേദാരമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമ്മളോട് പറയുകയാണ്, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗം നേടിയെടുക്കുവാൻ നിങ്ങൾ മുന്നോട്ട് വരൂ. ഒരാൾ മറ്റൊരാളെ തോൽപ്പിക്കുമാറ് ആവേശത്തോടെ ഉന്മേഷത്തോടെ സ്വർഗം നേടിയെടുക്കുന്നതിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരൂ. ഉഇദ്ദത്തുൽ മുത്തഖീൻ, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ് ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടി വരിക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്.
അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥന നടത്തുന്ന ആളുകളുണ്ട്. വിശ്വാസികളെ, ഒരു മുഅ്മിനിന്റെ ആയുധമാണ് പ്രാർത്ഥന. പ്രാർത്ഥന കൊണ്ട് പലതും സംഭവിക്കും. ജീവിതത്തിൽ വന്ന വിഷമങ്ങൾ മാറാൻ, നമ്മുടെ മറ്റുള്ള മനോവ്യാധികൾ മാറാൻ എല്ലാം പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് സാധ്യമാകുമെന്നുള്ളതാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, പടച്ചോനെ നിന്നോട് ഞാൻ സ്വർഗ്ഗത്തെ ചോദിക്കുന്നു എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്റെ ബിസിനസ് തകരാറിലായിട്ടുണ്ട്, സാമ്പത്തിക വളർച്ച വേണമെന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മൾ, അല്ലേ? എന്റെ മക്കൾക്ക് ആരോഗ്യം കൊടുക്കണ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മൾ. ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ് നമ്മൾ. പക്ഷേ നമ്മുടെ ആഖിറത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധ്യമായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു ഇടം ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ നൽകേണ്ടതുണ്ട്. വിശ്വാസികളെ, സ്വാഭാവികമായും ആ സ്വർഗം നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉന്നതമായ സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. വിശ്വാസികളെ, സ്വാഭാവികമായും എന്താണ് അതിനുള്ള മാർഗങ്ങൾ? ആ സ്വർഗം നേടിയെടുക്കുവാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഒരു വിശ്വാസി കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. ഏതാനും ചില വിഷയങ്ങൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? യഥാർത്ഥ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ? ജീവിതത്തിൽ പല പ്രയാസങ്ങൾ വരുമ്പോ, ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോ മനസ്സ് വല്ലാതെ തളർന്നു പോകും, മനസ്സ് വല്ലാതെ പ്രയാസപ്പെടും. എല്ലാവരും ഒരു പക്ഷെ നമ്മെ ഒറ്റപ്പെടുത്തും. ആ സന്ദർഭത്തിലൊക്കെ ഇസ്ലാം പഠിപ്പിക്കാത്ത വിശ്വാസവുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ അവർക്കൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, പ്രിയപ്പെട്ടവരെ, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾക്ക് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. വിശ്വാസികളെ, നമ്മുടെ വിശ്വാസം രൂഢമൂലമാകണം. കുടുംബത്തിന്റെ മുമ്പിൽ പണയം വെക്കാത്ത വിശ്വാസമാകണം. നാട്ടുകാരുടെയും മഹല്ലുകാരുടെയും മുമ്പിൽ പണയം വെക്കാത്ത വിശ്വാസമായിരിക്കണം. അങ്ങനെ ആ വിശ്വാസത്തെ പൂർണ്ണമായി നെഞ്ചിലേറ്റിയ വ്യക്തികൾക്ക് മാത്രമാണ് നാളെ ആ സ്വർഗത്തിലേക്ക് കടക്കുവാനുള്ള പെർമിഷൻ അല്ലാഹു കൊടുക്കുന്നുള്ളൂ. വിശ്വാസികളെ, ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന സന്ദർഭങ്ങളിലൂടെ ആ സ്വർഗത്തിന്റെ മാലാഖന്മാര് നമ്മളെ ആനയിക്കുന്ന രൂപം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? ഏറ്റവും നല്ല രൂപത്തിൽ സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിങ്ങൾക്ക് ശാന്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുമ്പോൾ അത് എത്ര വലിയൊരു ഭാഗ്യമാണ്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരാൾ നമ്മളെ നല്ല മാന്യതയോടുകൂടി സ്വീകരിക്കുന്നതും ഒരു പ്രയാസത്തോടുകൂടി സ്വീകരിക്കുന്നതും രണ്ടും നമുക്ക് ആലോചിക്കാനുള്ള വിഷയമുള്ളൂ, അല്ലേ? എന്നാൽ ആ സ്വർഗത്തിലേക്ക് മലായിക്കത്തുകള് സന്തോഷത്തോടുകൂടി നമ്മൾ സ്വീകരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം പരിപൂർണമാകണം. നമ്മുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും ഒരു പാഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തൽ അനിവാര്യമാണ്, നിർബന്ധമാണ്. എങ്കിലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ആ സ്വർഗം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. രണ്ടാമതായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഒരു തൗഹീദിന്റെ പ്രഖ്യാപനം, ആ ഒരു തൗഹീദിന്റെ പ്രഖ്യാപനം മരണം വരെ നെഞ്ചിലേറ്റാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നമ്മുടെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ അമീനായ ഏറ്റവും നല്ല സൽസ്വഭാവിയായ വ്യക്തിയായിരുന്നു. കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളും എല്ലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. ഈ തൗഹീദി രംഗത്തേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബക്കാരെ വിളിച്ചു, തന്റെ നാട്ടുകാരെ വിളിച്ചുകൊണ്ട് ചോദിച്ചില്ലേ, ആ കാണുന്ന മലമുകളിൽ നിന്നൊരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? കൂടെയുണ്ടായിരുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, മുഹമ്മദേ, താങ്കൾ അൽ അമീനായ വ്യക്തിയാണ്, താങ്കൾ ഏറ്റവും നല്ല സൽസ്വഭാവിയായ മനുഷ്യനാണ്,
ഞങ്ങളാർക്കും ഒരു എതിർപ്പുമില്ല എന്ന് പറഞ്ഞപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞു, എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനില്ല, ആ റബ്ബിനോട് മാത്രമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏൽക്കേണ്ടി വന്ന വാക്കുകൾ എന്തൊക്കെയാണെന്നറിയോ? മുഹമ്മദേ, നീ ഭ്രാന്തനാണടാ. ഏയ് മുഹമ്മദേ, നീ കള്ളനാണടാ. വിശ്വാസികളെ, നമ്മൾ നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ, നമ്മുടെ സമൂഹത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വിഭാഗം ആളുകൾ നമ്മളെ നീ കള്ളനാണ് എന്ന് വിളിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ എത്ര പ്രയാസം ഉണ്ടാകും? അംഗീകരിക്കുമോ നമ്മൾ ആരെങ്കിലും? ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ആദർശം പറഞ്ഞതിന്റെ പേരിൽ അനുഭവിച്ചു. മക്കയിൽ നിന്ന് നാടുകടത്തി ആ നാടുകടത്തുന്ന സന്ദർഭത്തിൽ പോലും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയെ നോക്കിപ്പറഞ്ഞ ചില വാചകങ്ങൾ ചരിത്രത്തിന്റെ താളുകളിൽ ഇന്നും പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമാണ്. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി നീയാണെന്ന് എനിക്കറിയാം. നിന്റെ ആളുകൾ എന്നെ ആട്ടിപ്പുറത്താക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകില്ലായിരുന്നു എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇവിടെ കുറച്ച് സമയം എടുത്തെന്തിനാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ തുറന്നു പറയുമ്പോ നമ്മളെ ആരും പൂമാലയിട്ട് സ്വീകരിക്കൂല. നാട്ടില് പറയുമ്പോ, സമൂഹത്തിൽ പറയുമ്പോ, കുടുംബത്തിൽ പറയുമ്പോ പ്രിയപ്പെട്ടവരെ ത്യാഗങ്ങൾ ഏൽക്കേണ്ടി വരും. പക്ഷേ പറയൽ നമ്മുടെ ബാധ്യതയാണ്. മമ്പുറം തങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. വഇദാ സഅലക ഇബാദി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്ക് നബിയേ, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി ജീവിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ടാണ് മരണപ്പെട്ടതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ആ സ്വർഗം നമുക്ക് നേടണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുക. മൂന്നാമതായി ആ സ്വർഗം കരസ്ഥമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ സത്യവിശ്വാസവും അതോടൊപ്പം സൽക്കർമ്മവും. നല്ല വിശ്വാസം അതോടൊപ്പം സൽക്കർമ്മത്തിൽ നമ്മൾ കർമ്മനിരതരായി മാറുക. വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, അവർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാണ് എന്ന് വിശ്വാസികളെ കുറിച്ച് റബ്ബ് പറഞ്ഞത്. ആ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹ് പറയാട്ടോ, വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ അവർക്കാകുന്നു അല്ലെങ്കിൽ അവരാകുന്നു സ്വർഗാവകാശികൾ. അവർ സ്വർഗത്തിന്റെ അവകാശികളാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു തോന്നലാണ്, ഒരു വിചാരമാണ് എന്തെന്നറിയോ? ഇനി അടുത്ത റമളാൻക്ക് നന്നാകാം, അടുത്ത ജുമഅക്ക് നന്നാകാം, അല്ലെങ്കിൽ അടുത്ത 2 ദിവസം കഴിഞ്ഞ് നന്നാവാം. പ്രിയപ്പെട്ടവരെ, അടുത്ത നിമിഷം നമ്മൾ ഈ ഭൂലോകത്ത് ഉണ്ടാകുന്ന ആര് പറഞ്ഞു നമ്മളോട്? ആര് പറഞ്ഞു? കാലങ്ങളോളം ഇവിടെ ജീവിക്കുമെന്ന് പറയാൻ ധൈര്യമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് ഗ്യാരണ്ടി പറയാൻ, അതിന് വാറന്റി പറയാൻ, അതിന്റെ നിയമവശങ്ങളെ പറയാൻ ഇവിടെ ആളുകളും കമ്പനികളും എല്ലാം ഉണ്ട്. പക്ഷെ അത് ഉണ്ടാക്കിയ മനുഷ്യന്റെ ജീവന്റെ വിഷയത്തിന് ഗ്യാരണ്ടി പറയാൻ ഒരാൾക്കും ധൈര്യമില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല ആരോഗ്യവും ആയുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിലേ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാവുകയുള്ളൂ. ആ നമസ്കാരമാകട്ടെ, അല്ലെങ്കിൽ നോമ്പാകട്ടെ, മറ്റുള്ള ഏത് ഇബാദത്താകട്ടെ, അത് പരിപൂർണമായ ഖുശൂവോടുകൂടി നിർവഹിക്കാൻ നമുക്ക് സാധ്യമാകണം. ഏറി വന്നാൽ ഒരു നമസ്കാരത്തിന് നമ്മൾ എടുക്കുന്ന സമയം എത്രയാണ് പ്രിയപ്പെട്ടവരെ? 20-25 മിനിറ്റ് അല്ലേ? ആ ഒരു സമയം എന്റെ റബ്ബിങ്കലേക്ക് എന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എന്റെ നമസ്കാരത്തിൽ എന്റെ ഖുശൂവ് കൃത്യമായി കൊണ്ടുപോയി ആ നമസ്കാരം തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി സലാം കൊണ്ട് അവസാനിപ്പിച്ച്, റബ്ബേ ഈ നമസ്കാരം എന്നിൽ നിന്ന് നീ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് പോകുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് അൽഹംദുലില്ലാഹ് റാഹത്താണ്. ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത് തുടങ്ങേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമതായി നമ്മൾ ചെയ്യേണ്ട വിഷയം എന്താണെന്നറിയോ? ഉളൂവിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കുക അല്ലേ? അതിന്റെ മുമ്പ് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കേണ്ടുന്ന ചോദ്യം, ഫർള് നമസ്കാരങ്ങളോട് നമ്മുടെ സമീപനം എന്താണ് എന്നാണ്. പലപ്പോഴും നമസ്കാരത്തിന്റെ വിഷയത്തിൽ ജനങ്ങളെല്ലാവരും ഇന്ന് അശ്രദ്ധയിലാണ്. ആർക്കും സമയമില്ല. എല്ലാവരും ദുനിയാവിന്റെ തിരക്ക് പിടിച്ച് ഓടുകയാണ്. വിശ്വാസികളെ, ദുനിയാവിൽ എന്ത് പ്രയാസങ്ങൾ സംഭവിച്ചാലും പരിഹാരം 100 കണക്കിന് പരിഹാരങ്ങളുണ്ട്. പക്ഷെ പരലോകത്തേക്ക് വേണ്ടത് നമ്മൾ തന്നെ കാണണം. പരലോകത്തേക്ക് വേണ്ടി നമ്മൾ തന്നെ കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ മുസ്ലിമിൻ യതവല്ലഉ ഫയുഹ്സിനു വുളൂഅഹു. ഒരു മുസ്ലിം എന്ത് ചെയ്തു? അവൻ വുളൂ ചെയ്തു. എങ്ങനെ ചെയ്തു? ആ വുളൂവിനെ അവൻ നന്നാക്കി ചെയ്തു. വുളൂ നന്നാക്കി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളമെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണോ പ്രിയപ്പെട്ടവരെ? അല്ല. ശരീരത്തിന്റെ അവയവങ്ങൾ കൃത്യമായി നനഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നനഞ്ഞിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് പൂർണ്ണമായി നനച്ച് അതിന്റെ പൂർണ്ണത കൈവരിച്ചിട്ടേ വുളൂവിൽ നിന്ന് വിരമിക്കാൻ പാടുള്ളൂ. എത്രയോ ആളുകൾ ജമാഅത്ത് നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി ധൃതി പിടിച്ച് പെട്ടെന്ന് എത്രയാണ് ഇപ്പോ കഴുകിയത് എന്നുള്ള ബോധമില്ല, ഓർഡർ തെറ്റിയോ എന്നുള്ളത് പോലും അറിയില്ല, അങ്ങനെ ധൃതി പിടിച്ച് നമസ്കാരത്തിലേക്ക് ഓടിപ്പോകുന്ന ഒരു രീതി പരിശുദ്ധ ദീൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. നമസ്കാരം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വുളൂ ചെയ്യുക, സാവധാനത്തോടുകൂടി നമ്മൾ ഇമാമിനെ പോയി പിന്തുടരുക. നമുക്കെന്തെങ്കിലും നീട്ടി നമസ്കരിക്കാനുണ്ടെങ്കിൽ, കിട്ടാത്തുണ്ടെങ്കിൽ നമ്മൾ അതിനെ തുടർന്ന് നമ്മൾ നിസ്കരിക്കുക. അതല്ലാതെ ധൃതി പിടിച്ച് ഓടിച്ചെന്ന് ആ നമസ്കാരത്തിൽ കൂടുകയല്ല നമ്മൾ വേണ്ടത്. അപ്പൊ വുളൂവിനെ നന്നാക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തെ കൂടുതൽ അമിതമായി നമ്മൾ പാഴാക്കരുത് അല്ലേ? അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എത്രയോ ആളുകൾ അശ്രദ്ധയോടുകൂടി ടാപ്പ് കൊണ്ട് തുറക്കും, പിന്നെ സംസാരാണ്. ഭൗതിക വിഷയങ്ങളിലൂടെയാണ് ചർച്ചകൾ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു 5 മിനിറ്റ് മൗനത്തോടുകൂടിയും ഞാൻ വുളൂ ചെയ്യാണെന്നുള്ള ബോധത്തോടുകൂടി വുളൂ ചെയ്യാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മ യഖൂമു ഫയുസല്ലി റക്അതൈനി മുഖ്ബിലുൻ അലൈഹിമാ ബിഖൽബിഹി വവജ്ഹിഹി. അങ്ങനെ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? തന്റെ ഹൃദയം അല്ലാഹുവിങ്കലേക്ക് കേന്ദ്രീകരിച്ച് അവൻ 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ ഇല്ലാ വജബത് ലഹുൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സ്വർഗ്ഗത്തെ നിർബന്ധമാക്കി. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു വുളൂ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒരു നമസ്കാരം ഒന്ന് ശ്രദ്ധിച്ചാൽ, നമ്മുടെ കർമ്മങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് സ്വർഗമാണ്. നോക്കൂ നിങ്ങൾ, ആ അള്ളാഹുവിന്റെ നമ്മളോടുള്ള റബ്ബിന് നമ്മളോടുള്ള കാരുണ്യത്തിന്റെ വിശാലത ആലോചിച്ചൊക്കെയാണ് അല്ലേ? ഈ ദുനിയാവിലെ ഏതെങ്കിലും ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ട് എന്ന് കേട്ടാൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്ര പെട്ടെന്ന് അവിടെ എത്തലുണ്ട്. വാഹനം തയ്യാറാക്കി കൂട്ടുകാരെ പിടിച്ച് സമയം കൃത്യമാക്കി പ്ലാൻ ചെയ്ത് അവിടെ എത്തും അല്ലേ? എന്നാൽ അതിനേക്കാൾ കൂടുതലായി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് നമ്മുടെ ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാലസ് സ്വലാത്ത്, ഹയ്യാലൽ ഫലാഹ്
വിജയത്തിലേക്ക് വരൂ, നമസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കം അവിടെ പ്രശ്നമാകരുത്, ക്ഷീണം അവിടെ പ്രശ്നമാകരുത്. പെട്ടെന്ന് നമ്മൾ ആ പള്ളിയിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, കർമ്മങ്ങൾ ചെയ്ത് ആത്മാർത്ഥമായി റബ്ബിങ്കലേക്ക് മടങ്ങുന്നവർക്ക് ആ സ്വർഗം കരസ്ഥമാക്കാൻ സാധ്യമാവുകയുള്ളൂ. അം ഹസിബ്തും അൻ തദ്ഖുലൽ ജന്ന, കൂട്ടരെ വെറുതെ അങ്ങോട്ട് ഒരു പണിയെടുക്കാതെ വെറുതെ സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം വിശുദ്ധ ഖുർആനിലുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നന്നായി നമ്മൾ പരിശ്രമിക്കേണ്ടി വരും. നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കുക, ആ ഒരു വിഷയത്തിൽ നമ്മൾ സജീവത കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, സ്വർഗം അത് നേടിയെടുക്കുക എന്നുള്ളത് വളരെ ഒരു പ്രയാസമുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അമലുകളിൽ സജീവമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേടിക്കേണ്ടതില്ല. 5 നേരം നമസ്കരിക്കുന്ന, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന, മക്കളെ പരിപാലിക്കുന്ന, അതായത് അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി നെഞ്ചിലേറ്റ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പേടിക്കേണ്ടതില്ല. അപ്പൊ ഇതിൻ്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ, ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു കാര്യം, നമ്മളിപ്പോൾ വിശദീകരിച്ച എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേരുന്നതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തഖ്വയാണ്, സൂക്ഷ്മതയാണ്. ആ തഖ്വ അത് രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരുപോലെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുമായി വിഷയം പ്രതിപാദിച്ചപ്പോൾ അവിടെ പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകുവാൻ വേണ്ടിയിട്ടാണ്. ബലികർമ്മവുമായി ബന്ധപ്പെട്ട വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് എടുത്തു പറഞ്ഞപ്പോ, നിങ്ങൾ ബലിയെറുക്കുന്ന മൃഗത്തിന്റെ മാംസമോ രക്തമോ അല്ലാഹുക്ക് ആവശ്യമില്ല, മറിച്ച് നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് എനിക്ക് ആവശ്യമെന്നുള്ള പറഞ്ഞു. അതുപോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ പ്രതിപാദിച്ചപ്പോ അവിടൊക്കെ ഈ തഖ്വയെ നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹു പറയാണ്, തിൽകൽ ജന്നത്തുല്ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ്യ, നമ്മുടെ ദാസന്മാരിൽ നിന്ന് ആര് തഖ്വയുള്ളവരായിരുന്നുവോ അവർക്ക് നാം സ്വർഗത്തെ അവകാശപ്പെടുത്തി കൊടുക്കും. അല്ലാഹു പറയാണ്, തഖ്വ നിങ്ങൾക്കുണ്ടോ? സ്വർഗങ്ങൾക്കുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ, തീർച്ചയായും സൂക്ഷ്മത പാലിച്ച ആളുകൾ നിർഭയമായ വാസസ്ഥലത്താകുന്നു, അഥവാ സ്വർഗത്തിലാകുന്നു എന്ന്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ, തീർച്ചയായും സൂക്ഷ്മത പാലിച്ചവർ ഉദ്യാനങ്ങളിലും അരുവികളിലുമായിരിക്കും.
അവർക്ക് ആ സ്വർഗത്തിൽ പ്രവേശനമുണ്ടാകും. മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഅയൂൻ, സൂക്ഷ്മത പാലിച്ചവർ സ്വർഗത്തിൽ തണലുകളിലും അരുവികളിലുമായിരിക്കും. സ്വർഗവുമായി ബന്ധപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിടത്തൊക്കെ അല്ലാഹു പറഞ്ഞു എന്ത്? തഖ്വ. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമുക്ക് കാണാൻ നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗത്തെ എങ്ങനെയെങ്കിലും നേടിയെടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇവിടെ സാമ്പത്തികമായ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ശാരീരികമായ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ നമ്മെ സഹായിക്കാൻ ആയിരക്കണക്കിന് കൈകൾ ഒരു പക്ഷേ നമ്മുടെ അടുത്തേക്ക് വരും. നാടൊന്നിക്കും, കുടുംബമൊന്നിക്കും, ലോകം മുഴുവൻ വേണമെങ്കിൽ നമ്മൾ കൂട്ടുപിടിക്കാൻ ഒന്നിക്കും. പക്ഷേ നാളെ പരലോകത്തെ അവസ്ഥ എന്താ അറിയോ? അല്ലാഹു പറയാണ്, യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതീ തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ. വിശ്വാസികളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മആരിജിന്റെ ആ സൂറത്തിലൂടെ അല്ലാഹു പറയാണ്, തീർച്ചയായും ആ കുറ്റവാളികൾ നരകമിങ്ങനെ കാണുമ്പോ ആ കത്തിരിയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ റബ്ബിനോട് പറയും, പടച്ചോനെ, ഞാൻ എന്റെ ഭാര്യയെ വിട്ടുതരാം, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? എന്റെ മക്കളെ ഞാൻ ആ നരകത്തിലേക്ക് തരാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ റബ്ബേ? എന്റെ കൂടപ്പിറപ്പുകളെ ഞാൻ വിട്ടുതരാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? എന്നിട്ട് അവസാനം ഈ മനുഷ്യൻ പറയുന്നതാ അറിയോ? വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. പടച്ചോനെ, ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും ഞാൻ തരാം, എന്നെ ഒന്ന് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? അപ്പോ നമ്മൾ വിശദീകരിച്ച സ്വർഗത്തിന്റെ പവറും ഈ നരകത്തിന്റെ ഭയാനകതയും എത്രയാണ് വിശ്വാസികളെ നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ജീവിതത്തിലുടനീളം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, പടച്ചവനെ, നല്ല തഖ്വയുള്ളവരായി, നല്ല ഈമാനുള്ളവരായി, നല്ല ഇഖ്ലാസ് ഉള്ളവനായി, കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തികൾക്കുമിടയിൽ അല്ലാഹുവേ നല്ല മനുഷ്യനായി ജീവിക്കുവാൻ, അതോടൊപ്പം കർമ്മങ്ങളിൽ ആവേശത്തോടുകൂടി ഉൾക്കൊണ്ട് ആ കർമ്മത്തിലേക്ക് സജീവമായി പങ്കെടുക്കുവാനുള്ള മനസ്സൊക്കെ റബ്ബേ എനിക്ക് നൽകണേ എന്നുള്ള ആ ഒരു കൃത്യമായ ആ ഒരു ബോധവും പ്രാർത്ഥനയും വിശ്വാസികൾ അനിവാര്യമായി കൊണ്ട് നമ്മൾ കടന്നു പോവുക. നിശ്ചയമായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, നമ്മോട് ഏറെ കരുണയുള്ളവനാണ്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ തെറ്റുകളും ആ റബ്ബ് നമുക്ക് പുറത്തു തരും. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ തൗബ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ ഒരു വോട്ടർ ലിസ്റ്റ് പരിഷ്കരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2002 പിന്നെ ആ ഒരു വോട്ടർ ലിസ്റ്റാണ് SIR പരിഗണിക്കുന്നത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വോട്ട് നമുക്കൊക്കെ ഇല്ലേ, നമ്മളതിൽ പെട്ടിട്ടില്ലേ, നമ്മുടെ പേരിൽ വന്നിട്ടില്ലേ എന്നുള്ള സൂക്ഷ്മമായ ഒരു പരിശോധനയും അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ വീടുകളിൽ വരുമ്പോൾ ആ ഫോമുകളൊക്കെ പൂർത്തീകരിച്ച് കൃത്യമായി നമ്മുടെ രാജ്യത്തോടും നമ്മളോടുമുള്ള ഒരു ബാധ്യത എന്ന നിലക്ക് നമ്മൾ ആ ഒരു വിഷയത്തിൽ ഗൗരവം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയകളിൽ നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും. ആത്മാർത്ഥമായി നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ കുടുംബങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടില്ലേ എന്ന് പൂർണ്ണമായി ഒരു പരിശോധന വിധേയമാക്കി നമ്മുടെ ഭാഗത്ത് നിന്നുള്ള നമ്മുടെ കാര്യങ്ങളെ കൃത്യമായി നമ്മൾ ചെയ്യുക. അത് നമ്മുടെ രാജ്യത്തോട് നമുക്കുള്ളൊരു ബാധ്യതയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ എല്ലാ വശങ്ങളെയും കൃത്യമായി ജീവിതത്തിൽ പാലിച്ച് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ ഒരു ഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്തെ നരകത്തിലേക്കുമാക്കുമ്പോൾ
മുവഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ, മുഖ്ലിസീങ്ങളുടെ കൂടെ അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ഞങ്ങളുടെ ഗുരുനാഥന്മാർ എല്ലാവരുടെയും ഖബറിടം നാഥ നീ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും എന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണേ. എല്ലാവിധ മാരകമായി കൊണ്ടുള്ള ഫിത്നകളിൽ നിന്നും മാരകമായി കൊണ്ടുള്ള രോഗങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങളേവരെയും കാത്ത് സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ കച്ചവട സാമ്പത്തിക മേഖലകളിൽ റബ്ബേ നീ ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ ഇസ്ലാമിന്റെ പേരിലും അല്ലാത്ത പേരിലും ഒരുപാട് സഹോദരി സഹോദരന്മാർ പല രൂപത്തിലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്ലാഹുവേ ശാന്തിയും സമാധാനവും നൽകി നീ അവർ അനുഗ്രഹിക്കുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم.